ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്യുതൻ ചെന്ന് വന്നിരിക്കുന്ന വിജിലൻസ് ഓഫീസറുടെ കാലി പിടിക്കുന്നുണ്ട് കേട്ടോ. സാറേ, ഒരു തണുത്ത് ക്ഷമിക്കണം, നമ്മളോട് അതിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ ഞങ്ങൾ കൈക്കൂലിയായിട്ട് തരാമെന്ന് പറയാം കേട്ടോ. അത് ശരി, തെറ്റ് ചെയ്തതും പോരാ, ഇനി ഞങ്ങൾക്ക് കൈക്കൂലിയും കൂടെ തന്നിട്ട് അടുത്ത പണി ഒപ്പിക്കാനാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? കൊള്ളാം, ഇത്രയും കള്ളപ്പണം വെച്ച് സൂക്ഷിച്ചതും പോരാ, അഭിമാനത്തിൻ്റെ കാര്യവും പറയുന്നല്ലേ. എന്തായാലും ഇതിനുള്ള നടപടി ഉടനെ തന്നെ പുറകെ വരും, നിങ്ങൾ കാത്തിരുന്നോ. തൊട്ടു പുറകെ ഇനി അടുത്ത് കേസും കോടതിയും ഒക്കെ ആയിട്ട് നടക്കാം എന്നും പറഞ്ഞ് അവരങ്ങ് പോവാട്ടോ. അവസാനം അച്യുതനാണെങ്കിൽ ആകെ സങ്കടമായി. അയ്യോ, ഇനിയിപ്പം പൈസയും പോയി, മാനവും പോയി, എല്ലാം പോയല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് അച്യുതൻ ഇങ്ങനെ വിഷമിച്ച് അകത്തേക്ക് കേട്ടോ. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടേ നമ്മുടെ മീനാക്ഷി അവിടെ നിൽക്കുകയാണല്ലോ. എന്താ സംഭവിച്ചെന്ന് മാത്രം അറിയാൻ പറ്റുന്നില്ല. എന്നാലും കൃഷ്ണമംഗലത്തേക്ക് എന്താ സംഭവിച്ചതായിരിക്കും എന്നും പറഞ്ഞ് എത്തിയും വലിഞ്ഞും ഒക്കെ നോക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഗോമതി അങ്ങോട്ട് വന്നിട്ട് പറയേണ്ട, മീനാക്ഷി നീ എന്തിനാടി അപ്പുറത്തൊക്കെ എത്തി വലിഞ്ഞ് നോക്കുന്നേ? അമ്മേ, അവിടെ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇൻകം ടാക്സിൻ്റെ വണ്ടിയൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഇൻകം ടാക്സിൻ്റെ വണ്ടിയോ? അതെ, അതെന്തിനാ? വിജിലൻസുകാർ വന്ന് എന്തൊക്കെയോ ചെക്ക് ചെയ്തോ, എന്തൊക്കെയോ ഫയലോ എന്തോ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ കണ്ടു. തൊട്ട് പുറകെ അച്യുതനില്ലേ, അങ്ങേരും പുറകെ പോകുന്നുണ്ട്. ആഹാ, അപ്പോൾ എന്തായിരിക്കും, പോലീസോ മറ്റോ ആണോ? പോലീസല്ല, ഇത് കണക്കിൽപ്പെടാത്ത പണം സൂക്ഷിച്ച് വെക്കുമ്പോഴേ അതിന് രേഖകളും കാര്യങ്ങളൊന്നും കാണില്ല. അങ്ങനെ വരുമ്പോൾ ഇവർ വന്ന് എടുത്തിട്ട് പോകുമല്ലോ. പിടിക്കപ്പെടുക ആകെ ചമ്മി നാറി പോകുന്ന കണ്ടു. അങ്ങനെയാണോ? ഓ, എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്തിനാണ് ഈ സന്തോഷിക്കുന്നത്? പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ സുകന്യ അങ്ങോട്ട് വരിക കേട്ടോ. അയ്യോ സുകന്യെ, നീ എങ്ങോട്ട് പോയതാ? ചേച്ചി ഒന്നും പറയണ്ട, കൃഷ്ണമംഗലത്ത് വലിയൊരു സംഭവം ഉണ്ടായി. അതെ, അവിടെ കുറേ പണം ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ പണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ? അതെല്ലാം ദേ ആരോ ചോർത്തി കൊടുത്തു. വിജിലൻസിൽ നിന്ന് ആൾക്കാർ വന്നു, പിടിച്ചു കൊണ്ടുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇത്ര നാളും കഷ്ടപ്പെട്ടതും നല്ല പണവും ഇല്ലാത്ത പണവും ഒക്കെ പോയി, മൊത്തം ചെക്ക് ചെയ്തു. ഇനിയിപ്പം അവരുടെ എല്ലാ സ്ഥാപനങ്ങളിലും പോയി റെയ്ഡൊക്കെ നടത്തുമെന്നാണ് കേൾക്കുന്നത്. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി സങ്കടപ്പെടുമ്പോൾ മീനാക്ഷി പറയാം, അയ്യോ അമ്മ എന്തിനാ ഇപ്പോൾ ഇത്ര സങ്കടപ്പെടുന്നത്? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. എനിക്കിത് കേൾക്കുമ്പോഴേ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടനാ തോന്നുന്നതെന്ന് പറഞ്ഞ് ജിങ്ങ് ചിക്കാന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ചാടി കളിക്കാട്ടോ നമ്മുടെ മീനാക്ഷി. അപ്പോൾ ഗോമതി വഴക്കുറണ്ടി, മറ്റുള്ളവരുടെ വീഴ്ച കണ്ടിട്ടാണോ നീ സന്തോഷിക്കുന്നത്? അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അധിക ദിവസം ആയില്ലല്ലോ എന്നെ കള്ള കേസിൽ കുടുക്കിയിട്ട് ഇവരെ ഇവിടെ കിടന്ന് സന്തോഷിച്ചതും. അമ്മ മറന്നുപോയോ? അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പം അവർക്ക് ദൈവം കൊടുത്തത്, മനസ്സിലായോ? അതും ശരിയാ. അപ്പോൾ സുകന്യക്കിട്ടൊരു താങ്ങ് നമ്മുടെ ഗോമതിയും കൊടുക്കുന്നുണ്ട്. സുകന്യയ്ക്ക് പൈസയല്ല ഇപ്പം വില എന്ന് ഇപ്പം നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? കുറേ പണം കൂടിയതുകൊണ്ട് യാതൊരു കാര്യമില്ലെന്ന് ഇപ്പം പിടികിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ സുകന്യ ഒന്ന് ചമ്മിയിട്ട് അങ്ങ് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ബാലനാണെങ്കിലും കടയിലാകെ തകർന്നിരിക്കുക കേട്ടോ. കാര്യം നമ്മുടെ അനുമോളുടെ കാര്യം ഓർത്തിട്ടാണ്. കസ്റ്റമേഴ്സ് വന്നാൽ കൃത്യമായിട്ട് ക്യാഷ് ബാക്കി കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പോൾ രാമേട്ടൻ അതിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ രാമേട്ടൻ ചെന്ന് കുറച്ച് ഉപദേശിക്കുന്നുണ്ട്. ബാല, നീ ഇങ്ങനെ ഇരുന്നാലൊന്നും പറ്റത്തില്ല. നിന്നെ അവളുടെ ഇഷ്ടത്തിന് പോയി, അത് അങ്ങ് വിട്ടുകളാ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളില്ലേ, ശരികളില്ലേ, അതുപോലെ അവൾക്കും ഉണ്ട് അവളുടേതായിട്ട് ഇഷ്ടങ്ങളും ശരികളും. അവൾക്കത് ശരിയെന്ന് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും പോയത്. നീ എന്താ വിചാരിച്ചത്? അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ, നല്ലൊരു ജോലിയുള്ള ചെറുപ്പക്കാരനോട് ജീവിതം ആരംഭിക്കട്ടെ എന്ന്. അവൾക്കതായിരുന്നില്ല താല്പര്യം. പോയവർ പോട്ടേന്ന് വെക്കണം, അല്ലാണ്ട് അതും ആലോചിച്ച് ഇവിടെ കരഞ്ഞു മെഴുകി ഇരിക്കുകയല്ല വേണ്ടത്. ബാല, നീ ഒരു കാര്യം ഓർത്തോ, ഈ ഗോമതി സ്റ്റോർ ഉണ്ടാക്കാൻ നീ എത്രമാത്രം കഷ്ടപ്പെട്ടു. ഈ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നിൻ്റെ മക്കളും അവരുടെ വിദ്യാഭ്യാസവും കുടുംബവും എല്ലാം. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അവർ പോയാലും നിനക്കിത് ഉപേക്ഷിക്കാൻ പറ്റുമോ? പറ. നഷ്ടപ്പെട്ടതൊക്കെ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ ഇത്? അതുകൊണ്ട് നീ ഗോമതി സ്റ്റോറിനെ കൈവിടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത്. നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം. കുറച്ചുകൂടെ ശ്രദ്ധ വേണം. അത് പഴക്കം മറക്കാൻ നോക്കണം. ഒക്കെ ശരിയായി വരുമെന്ന് ഉപദേശിച്ചിട്ട് പുറത്തിറങ്ങി നിന്ന് ഗോമതിയെ ഫോണിൽ വിളിക്കാട്ടോ. എന്നിട്ട് ഗോമതിയോട് പറയാം, ഗോമതി, നീയും കൂടെ അറിഞ്ഞിട്ടാണോ ബാലൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? എന്താ രാമേട്ടാ? കൊള്ളാം, ഇവിടെ കടയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ശ്രദ്ധയും ഇല്ല. ഡീലറെ കാണാൻ പോകണ്ട, ഓർഡർ കൊടുക്കണ്ട, കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണ്ട, ഒന്നും വേണ്ട. എന്തൊക്കെയോ ആലോചിച്ചും കൂട്ടി ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ പോയാലേ ഗോമതി സ്റ്റോർ കൈവിട്ട് പോവേ. അറിയാലോ നമ്മുടെ അന്നം അതാണെന്നുള്ളത്. നാട്ടിലെ ഇപ്പം ഇഷ്ടം പോലെ സൂപ്പർ മാർക്കറ്റും അതും ഇതും ഒക്കെ ഉണ്ട്. ഇതൊന്ന് താഴ്ന്ന് കിട്ടിയാൽ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാണ്, ബാലനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പോയത് പോട്ടെ എന്ന് വെക്കുമോ, അവളൊരു ജീവിതത്തിനല്ലേ പോയത്, അവളുടെ ഇഷ്ടത്തിനല്ലേ പോയത് എന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് കൈവിട്ട് കളയാൻ പറ്റുമോ ഗോമതി? ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇല്ലയെന്നുണ്ടെങ്കിൽ അധികം താമസിയാതെ ബാലൻ ഈ പോക്ക് പോവുകയാണെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് നഷ്ടം വരും. പോയതൊന്നും വീണ്ടെടുക്കാനും പറ്റില്ല ഗോമതി എന്ന് പറയാട്ടോ. അപ്പം ഇതൊക്കെ കണ്ടും കേട്ടും കൊണ്ട് നമ്മുടെ ദേവി അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അമ്മയോട് കാര്യം പറയാം. രാമേട്ടനെ വിളിച്ചതല്ലേ? അതെ,
അപ്പോൾ അച്ഛൻ്റെ അവസ്ഥ ഇങ്ങനെ ആകുമ്പോൾ അമ്മേ ഞാനൊരു ഐഡിയ പറയട്ടെ, അച്ഛനെ നമുക്ക് തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ വിഷമിച്ച് നടന്നാൽ പറ്റുമോ? എൻ്റെ വേദനകൾക്ക് സങ്കടങ്ങൾക്കൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ ഗോമതി സ്റ്റോറിലേക്ക് പോകാൻ തീരുമാനിച്ചു. അയ്യോ മോളോ? അതെ അമ്മേ, ഇടയ്ക്കൊരു അച്ഛൻ സമ്മതിക്കുമോ? അച്ഛൻ ഒരു ദിവസം എന്നോട് പറഞ്ഞിരുന്നല്ലോ ഗോമതി സ്റ്റോറിലേക്ക് ചെല്ലാൻ എൻ്റെ മനസ്സൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന്. അന്ന് ഞാനത് സമ്മതിച്ചിരുന്നില്ല. പക്ഷേ അന്നത്തെ അച്ഛനല്ല മോളെ ഇന്ന്. അച്ഛൻ്റെ സ്വഭാവവും രീതിയൊക്കെ മാറി. ഇനി അത് സമ്മതിക്കുമോ അറിയില്ല. സമ്മതിച്ചെടുക്കണം. എന്തായാലും അച്ഛന് വേണ്ടി ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കില്ലേ മോളെ? ഈ കുടുംബത്തിന് വേണ്ടി നിൻ്റെ വിഷമങ്ങളെല്ലാം മാറ്റി വെച്ച് നീ അവിടെ പോകാമെന്ന് സമ്മതിച്ചത് തന്നെ വലിയ കാര്യമല്ലേ? ഈ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെയും കൂടെ അല്ലേ അമ്മേ, ഞാനും കൂടെ ഉൾപ്പെടുന്നതല്ലേ എന്നൊക്കെ ഇവരിങ്ങനെ പറയട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണമംഗലത്താണെങ്കിൽ അവിടെ അച്യുതൻ ആകെ തിളച്ച് മറിഞ്ഞ് നിൽക്കുക കേട്ടോ. അച്യുതന് പെട്ടെന്ന് തന്നെ ഒരു ഫോൺ വരുന്നുണ്ട്. കാരണം ഇവരുടെ തടിമില്ലിലും മറ്റുള്ള ഓഫീസുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും ഒക്കെ റെയ്ഡായിട്ടുണ്ട്. ഇവിടുന്ന് ഇത്രയും പണം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും കിട്ടുമല്ലോ. അങ്ങനെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അനന്തം വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതോടുകൂടി ദൈവമേ എല്ലാം പോയല്ലോ ഈശ്വര, എല്ലാം തകർന്നല്ലോ എന്ന് പറഞ്ഞ് തകർന്നിരിക്കുകയാണ്. എന്നാലും നമ്മുടെ ഈ ഒരു ഇങ്ങനൊരു കാര്യം ഇവിടെ ഉണ്ടെന്ന് ഇതാരാവും ഒറ്റിക്കൊടുത്തത്? ആരോ ഇതറിയാന്നുള്ള ഒരാൾ തന്നെയാണ് ഒറ്റിക്കൊടുത്തതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നും കൊണ്ട് നമ്മുടെ അനുമോള് അന്തം വിട്ട് ഇവരെയൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും ഉള്ളിൽ നല്ല പോലെ ചിരിക്കുകയും ചെയ്യാണ്. എന്നാലും നമ്മുടെ അലോക് പറയാ, അച്ഛാ നമ്മൾ അറിയാവുന്ന ആര് തന്നെയാണ് ഇത്രയും കാശ് നമ്മുടെ കയ്യിലുള്ളതും ഇപ്പം ഈ ഡീൽ നടക്കുന്ന കാര്യവും ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇതിപ്പോൾ ആരോ ഒറ്റ കൊടുത്തത്. ഇതാരാണ് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഇത്ര കൃത്യമായിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ കോടതി കേസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിതിൻ്റെ പുറകെ തൂങ്ങണ്ടേ? നാണക്കേടാവുമല്ലോ ദൈവമേ എന്ന് പറയാട്ടോ. ഇതിനിടയ്ക്ക് പത്രത്തിലും വാർത്തകൾ വന്നു, ന്യൂസ് ചാനലുകളിലും ഒക്കെ ഇങ്ങനെ വാർത്തകൾ വന്ന് നാണം കെട്ടുകൊണ്ടിരിക്കട്ടോ. ഇവർക്കിനി പുറത്തിറങ്ങി തല ഉയർത്തി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ അനുമോള് പെട്ടെന്ന് തന്നെ അച്യുതനോട് പറയാം, അങ്കിളെ വിഷമിക്കാതിരിക്കുക. ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാനാ? സമാധാനിപ്പിക്കാനാണ് കേട്ടോ. അപ്പോൾ തന്നെ അച്യുതന് ചെറിയൊരു സംശയം അനുമോളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അച്യുതൻ അകത്തേക്ക് കയറിയിട്ട്, അലോകെ നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. എന്താന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴാണ് അലോകിനോട് പറഞ്ഞത്, എടാ ഇത് ഒറ്റ കൊടുത്ത ഒരാളിനെ എനിക്ക് സംശയമുണ്ട്. ആര്? അനുമോളോ? അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എടാ അവൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നിൻ്റെ തലയിൽ അവൾ സാമ്പാർ കോരി ഒഴിച്ചു. എന്തിനായിരുന്നു അത്? പിന്നെ ഇന്നലെ രാത്രി നിന്നെ അവൾ ഉപദ്രവിച്ചിട്ടല്ലേ നീ കടന്ന് വിളിച്ചത്? അച്ഛാ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയാട്ടോ. എടാ അവൾ ഇങ്ങോട്ട് വന്നത് നിന്നോടുള്ള പകരം വീട്ടാണ്. ഞങ്ങളെല്ലാവരോടും ദേവമംഗലത്തുകാർക്ക് വേണ്ടിയിട്ട് പകരം ചോദിക്കാനാണ് അവൾ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അവരെയൊക്കെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ടല്ലോ. അതിന് ബദലായിട്ട് അവൾ നമുക്ക് പകരം ചെയ്യണം എന്നുള്ള വാശിയിലായിരിക്കും നിന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നതെന്ന് തോന്നുക. അതുകൊണ്ടല്ലേ അവൾ നിന്നെ ഇങ്ങനെയായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്നേഹത്തോടെ ഉള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെയൊക്കെ നിന്നോട് പെരുമാറോ? അച്ഛാ അങ്ങനെ വരാൻ വഴിയുണ്ടോ? എൻ്റെ ബലമായ സംശയം അവൾ തന്നെയാണ്. നമുക്കതൊന്ന് കണ്ടുപിടിക്കണം. ശരി അച്ഛാ, അങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ഈ സംശയം നീ വേറെ ആരോടും പറയില്ല. നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെ ഒരു ഡീൽ അവരെ ഉറപ്പിക്കാട്ടോ. അങ്ങനെ അനുമോൾക്ക് ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവിടെ ഇത്രയൊക്കെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്ര പെട്ടെന്നൊരു റെയ്ഡൊക്കെ വരുന്നെങ്കിൽ അതിന് പുറകിൽ അനുമോള് തന്നെയായിരിക്കും എന്ന് മീനാക്ഷി സന്തോഷിക്കാൻ കേട്ടോ. അന്ന് രാത്രി ബാലൻ ജോലിയും കഴിഞ്ഞ് വരുന്ന വഴി വണ്ടിയൊന്നും എടുക്കാതെ നടന്നു വരുവാണ് ആടി ഓരോ ഓർമ്മയിൽ. തൊട്ട് പിറകെ ജോലിയും കഴിഞ്ഞ് നമ്മുടെ ആനന്ദ് വരിക കേട്ടോ. അച്ഛനിങ്ങനെ പോകുന്ന കാരണം വണ്ടി നിർത്തി, അച്ഛാ എന്താ സംഭവിച്ചത്? എന്ത് പറ്റി? അച്ഛൻ എന്ത് വണ്ടി എടുത്തില്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ബാലൻ പറയണ്ട, മോനെ ഞാൻ വണ്ടി എടുത്തില്ല, അത് സ്റ്റാർട്ടാവുന്നില്ല, അതൊരു കള്ളം പറയാണ് കേട്ടോ. എന്നിട്ട് പറയണ്ട, അച്ഛൻ എന്താ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നത്? അനുമോളുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അതങ്ങ് വിട്ടുകളാ. അവൾ അവളുടെ ഇഷ്ടത്തിന് പോയി, നമ്മൾ എന്തിനാ അവളുടെ പുറകെ നടക്കണേ? എടാ നമ്മൾ അവളെ ഒത്തിരി സ്നേഹിച്ചതല്ലേ, എന്നിട്ടും അവൾ എന്തിനാടാ നമ്മളോട് ഇങ്ങനെ ചെയ്തത്? IAS കാര്യമായി കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു, പഠിക്കാൻ മിടിക്കായിരുന്നു അവൾ. എന്നിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു വിദ്യാഭ്യാസവും ഇല്ല. അവൻ്റെ കൂടെ ചെന്ന് അവൻ എന്തിനാ ഇറങ്ങിപ്പോയത്? നമ്മൾ എന്തിനാണ് അവൾ ചതിച്ചത് എന്ന് ബാലൻ ചോദിക്കുമ്പോൾ ആനന്ദ് പറയാം, അച്ഛാ ചതിക്കുന്നവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാവുള്ളൂ, അവരുടെ കാര്യം നേടണം. അതിന് എതിരെ നിൽക്കുന്നവർക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാവുമോ, അവരെ എങ്ങനെ വേദനിക്കുന്നൊന്നും അവർ ചിന്തിക്കില്ല. ദേവിയുടെ കാര്യം ചേർത്ത് വെച്ചിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. എന്നിട്ട് ആനന്ദ് പറയാം, പക്ഷേ അച്ഛൻ തോറ്റു കൊടുക്കരുത്. അച്ഛൻ ആരുടെ മുന്നിലും ചതിയിൽ പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇത്രയും നാളും ഗോമതി സ്റ്റോർ ബാലൻ എന്ന് പറഞ്ഞ് അന്തസ്സായിട്ട് ജീവിച്ച ബാലൻ ഇനിയും അങ്ങനെ തന്നെ അച്ഛൻ ജീവിക്കണം. ഒരു അനുമോൾക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടിയോ അച്ഛൻ്റെ അന്തസ്സ് കളഞ്ഞ് കുളിക്കുകയല്ല വേണ്ടത്. അതെല്ലാം മറന്ന് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് അച്ഛൻ അവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അവൾ കാണണം അവളുടെ മുന്നിൽ ഞങ്ങൾ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന്.
അങ്ങനെ വേണം അച്ഛനെ ഇനി മുന്നോട്ട് പോവാൻ, അല്ലാതെ അച്ഛൻ ഇങ്ങനെ തളർന്നു പോവല്ലേ, അതിന് ഞങ്ങൾ ആരും സമ്മതിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ബാലനോട് ആനന്ദ് ഉപദേശം കൊടുക്കട്ടോ. അപ്പോൾ ബാലന് ചെറുതായിട്ടൊരു മാനസാന്തരമൊക്കെ വരാട്ടോ. ഇതാണ് എപ്പിസോഡ്. ടീച്ചറുടെ എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്